അപ്പോ അതാണ് പ്രശ്നം. 1982 ഏപ്രിൽ 12-ാം തീയതി സംഭവം നടക്കും. അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം. ഞങ്ങളൊരു വഴിക്ക് പോവാ. പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലേ വിവരം അറിയാലോ. നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിൽ തെറ്റിയിട്ടില്ല. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അടുത്തോ നിക്ക് ഇവിടെ ഒന്ന് നോക്കാം. എന്നാ പോവാ. നിന്റെ ആളാരാണ് മോളെ? ബെല്ലടിച്ചാ വരും. ഓ, ആ ഇവിടെ വെളുത്ത് മെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പൊക്കണ്ടല്ലേ? അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ? എന്താ പേര്? പേരെന്താന്നൊന്നുമല്ല, ആളെ കണ്ടാലറിയാം. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ ആരുമില്ല. അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ കേറാൻ പറ്റില്ല, ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. ആ പെണ്ണല്ലേ അത്? ഞാൻ പോയി ഞാൻ പോവാ. അയ്യോ, എന്താ ഇവിടെ വൃത്തിയിൽ കാണിക്കുന്നോ? നിങ്ങൾ ആരാ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഒന്ന് വിട്ടാത്ത നേരമില്ലാത്തോടത്ത് പോലീസ്. എന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യേ, ഈ അമ്മി കൊത്തോണ്ട് നടക്കില്ലേ, അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട് അതുപോലെ മാജിക് കാണിക്കണോ എന്ന് വിളിച്ച് നടക്ക്. ചേട്ടൻ കൂടെ വന്നിട്ടേ ഉറക്ക വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം. എനിക്കെന്നിട്ട് ആവശ്യമില്ല. നിങ്ങൾ വീടൊഴിഞ്ഞ് തന്നാ വേറെ ആണുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കായിരുന്നു. ചേട്ടാ, നന്ദി വേണം നന്ദി. പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിലടിയിൽ ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചതേ ഇത്ര പെട്ടെന്ന് മറക്കരുത്. ആ കത്തിയിപ്പോഴും കീലേരി അച്ഛന്റെ കയ്യിലെന്നുള്ള ഓർമ്മ വേണം. ഓ, അത് ശരി. അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുക? ഭീഷണി ഒന്നുമല്ല. ചേട്ടനോട് ഞങ്ങൾ ഇത്ര ചോദിച്ചുള്ളൂ. പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു 50 രൂപ തരാൻ പറ്റുമോ? എന്റെ അടുത്ത് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തന്നെ നോക്കൂ. പരസ്യം ചെയ്ത പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പരിപാടി കിട്ടി തുടങ്ങും. കിട്ടുന്നത് മുഴുവൻ ചേട്ടന്റെ കയ്യിൽ കൊണ്ടു തന്നേക്കാം. ഇത് വാക്കാ. എന്റെ കഴുത്തിറങ്ങി പോയില്ലേ? ഇനി ഒന്നും ആലോചിക്കാനില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല, അപ്പഴേ ചേട്ടൻ ചെല്ല്. ഒരു പരസ്യം കൊടുക്കേണ്ടിരുന്നു. ആരാതിന്റെ ആള്? നമസ്കാരം. ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ. കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ? ബാക്ക് പേജ് ആണെങ്കിൽ 1 ലക്ഷം രൂപ, അകത്താണെങ്കിൽ 60,000 50,000 അങ്ങനെ പോകും. നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ? വേണ്ടി വരില്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ. അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ? അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം ഞാൻ പറയാം. അപ്പോഴേ തൽക്കാലം ആരും ഒന്നും പറയണ്ട. നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാൽ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി? നിങ്ങൾ പോണം. സാർ, ഫുൾ പേജ് വേണ്ട, അത് പിന്നെ മതി. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളോട് പോയി പറയും. ഓ, മൂപ്പര് വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും. ഇവൻ വരട്ടെ. പെണ്ണ് നല്ല പണിയാ കാണിച്ചത്. കാലത്ത് ഒന്ന് ക്ഷമ പറയാന്ന് വെച്ച് അന്വേഷിച്ചപ്പോ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഓഹോ, ഇവളാണില്ല അവള്. തല്ലിയതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ, അതൊന്നും സാരമില്ല, ഞാൻ പോട്ടെ. അല്ല, അങ്ങനെ പറയരുത്. പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം തന്നേ ഒക്കൂ. അതിനു മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായി. ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു, നിങ്ങൾ എന്നെ ശപിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെ, മനുഷ്യനെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എങ്കിൽ നിങ്ങളാണ് ആ ദൈവം എന്ന് ഞാൻ കരുതിക്കോളാം. പോരെ? പോരാ, ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോകാൻ പറ്റില്ല. അതെ, വന്നാട്ടെ.
കീലേരി അച്ചുവേട്ടൻ മഹാറൗഡിയ. കൈവിട്ടോളൂ, കുട്ടി വരും. പ്ലീസ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കാപ്പി കുടിക്കാൻ വിടില്ല. എന്നെ തന്നെ ഇങ്ങോട്ട് വാടേ. അച്ചോട്ടാ, ഇവിടെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. ഇവനെന്തെങ്ങനെ നോക്കി പേടിപ്പിക്കണേ? ആ വിട്ടുകളാ. അന്ന് തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നു, എന്താ കുട്ടിയുടെ പേര്? സുജാത. ആ അന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടന്നവനെ പിന്നെ കണ്ടിരുന്നോ? കല്യാണോ? ആ അതെ അതെ, കല്യാണം. അയാളെ പിന്നെ കണ്ടില്ല. ഓ, അല്ല കണ്ടാ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. ആ ആ, അപ്പോ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ആ, ആ, ഉം. പത്രോഫീസിലാണോ ജോലി? അതെ. ഓ. അല്ല, ഒരാളിനെ കാണാൻ പോയതാ. അല്ല, ഈ ചായക്കാരൻ എവിടെ പോയി കിടക്കണേ? ഉം. ഇവൻ ചത്തോ? ഏത് സ്ഥലം? ആ ആ വെള്ളമാരുതില്ലേ? ആ അത് ശരി. അപ്പോ പ്രതിഫലം അപ്പത്തന്നെ കിട്ടൂലല്ലേ സാർ? അത് ശരി. ഓ ഓക്കെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്തെങ്കിലും ഒരു വിളക്കും ഈ മുറുക്കി വെക്കാവുന്ന അത്യാവശ്യ മരുന്നുകളും എന്തെങ്കിലും കുറച്ച് ഭക്ഷണ സാധനങ്ങളും സംഘടിപ്പിച്ച് ഉടനെ വരാം. ആ. ആ കത്തി കയ്യിൽ നിന്ന് പോയതാണ് ഇതിനൊക്കെ കാരണം. മണി 7 കഴിഞ്ഞല്ലോ. 7 അല്ല, 7:15. ഓ, മൂപ്പരെന്താ ഇന്ന് ഇത്രയും വൈകുന്നേ? ഇവര് വരുമ്പോ ചോദിച്ചു നോക്ക്. ലം കലം ചീ രാ വ ചീരവ. ആരെ വിളിച്ചത്? ശാസ്ത്രജ്ഞൻ. ആര്? ആ കൈരേഖ ശാസ്ത്രജ്ഞൻ. എന്താ അയാൾക്ക് വേണ്ടത്? അമ്മൂമ്മ എഴുന്നേറ്റേ, എനിക്കിവിടെ അടിച്ചു വരണം. ഇത് എഴുതി തീർന്നിട്ട് ഞാൻ എണീക്കൂ. പിന്നടിക്ക. ആദ്യം നീ അമ്മൂമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്ക്. ക്ലാസ്സിൽ പോവാൻ നേരായി. കുളിക്കണേലേ, അമ്മൂമ്മ തന്നെ പോയി വെള്ളം പിടിച്ചോണ്ട് വാ. അച്ഛൻ ഇപ്പൊ വരും. ദോശയ്ക്കുള്ള അരി ഇതുവരെ അരച്ചില്ല. ഇത് മുഴുവൻ പകർത്തി എഴുതാതെ ചെന്നാലുണ്ടല്ലോ, സാക്ഷരത ക്ലാസ്സിലെ മാഷ് ഭയങ്കര കണിച്ചക്കാരൻ അറിഞ്ഞൂടെ നിനക്ക്? അയാള് മനുഷ്യന് തൊലി ഉരിച്ചു കളയും. ഹാ, ഒന്ന് എഴുന്നേക്കമ്മൂമ്മേ. ഓടി ഓടുന്നു. ചീരവ. ശംഭു, ശംഭു. വെള്ളം പിടിച്ചോണ്ട് വരാനായിരിക്കും അല്ലേ? വേഗം വേണം. ധൃതി വെക്കാതെ. സിനിമയ്ക്ക് കാശ് തരാന്നും പറഞ്ഞതിനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇനി ഒരു തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ വെള്ളം കൊണ്ടുവരും. ഇന്ന് അച്ഛൻ വരുമ്പോ തീർച്ചയായും ഞാൻ വാങ്ങിത്തരാം. ഇത് തന്നെയല്ല ഇന്നലെയും പറഞ്ഞത്. ഇതതുപോലെയല്ല. ഒന്ന് ചെല്ലെന്റെ കൂട്ടാ. വേണ്ട വേണ്ട വേണ്ട, ഇനിയും വാക്കുമാറിയാൽ ഒരു കാലത്തും ഒരു സഹായം ഞാൻ ചെയ്യില്ല. നോക്കിക്കോ. ശരി. മിസ്റ്റർ പൊതുവാൾ. ആ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇന്ന് ഇത്രയും വൈകിയേ? യുദ്ധം എന്തായി എന്താ? നമ്മൾ വിചാരിച്ചത്ര പോരാ പൊതുവാളെ. ആ. അടിയുണ്ട്, തിരിച്ചടിയില്ല. ഓ, എന്തുണ്ട് ചേട്ടാ മെയിൻ ന്യൂസ്? അങ്ങനെ മെയിൻ ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല. ഞാനും നോക്കട്ടെ. ഞാൻ നോക്കുന്നുണ്ടല്ലോ. ശല്യങ്ങള്. ഈ രാമായണവും മഹാഭാരതവും ഒന്നും വെറും കെട്ടുകഥകളല്ല. രാവണൻ ഒരു അസ്ത്രം ഇങ്ങോട്ട് അയക്കുന്നു, ശ്രീരാമൻ മറ്റൊരു അസ്ത്രം കൊണ്ട് എന്നെ തടുക്കുന്നു. ഒന്ന് അഗ്നിയെങ്കിൽ മറ്റത് ജലം. ഇതല്ലേ സ്കഡും പാറ്റിയിടും. നമ്മുടെ പുരാണങ്ങളിൽ പറയാത്ത ഒരൊറ്റ ആയുധവും ഇന്ന് വരെ ഒരുത്തിനുണ്ടാക്കിയിട്ടില്ല. ഈ നാപ്പാൻ ബോംബെന്ന് പറഞ്ഞ സാധനം എന്താണാവോ? അത് ഒരു പ്രത്യേകതരം ബോംബ. എന്താണ് ആ പ്രത്യേകത എന്നാ ചോദിച്ചേ? അതായത് മറ്റുള്ള ബോംബിന്റെ അത്ര വലിപ്പം ഈ ബോംബിനില്ല. എന്നാ പിന്നെ ചെറിയ ബോംബെന്ന് വിളിച്ചാ പോരെ? മതി. എന്നാലും ഒരു ബോംബാവുമ്പോ അതിനൊരു പേര് വേണ്ടേ? അതാണ് നാപ്പാം. ഇപ്പൊ മനസ്സിലായോ? വിഡിത്തം പറയാതെ പൊതുവാളെ. വായിച്ചു കഴിഞ്ഞോ? ആ അനന്തേട്ടാ, നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ. ഈ നാപ്പാൻ ബോംബിന്റെ പ്രത്യേകത എന്താ? നാപ്പാം അല്ലേ? ഈ നാപ്പാം ബോംബ് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കേ? ബോംബെന്താ മേത്ത് വെക്കുന്ന സോപ്പാ ദിവസേന ഉപയോഗിക്കാൻ? സോപ്പ് പോലെ തന്നെ ഒരു പട്ടാളക്കാരന് ബോംബും. പക്ഷേ സോപ്പ് കുളിക്കുമ്പോഴേ വേണ്ടൂ. ഈ ബോംബുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശത്രുവിന്റെ ഒരു അനക്കം കേട്ടാലുടൻ ഞങ്ങൾ ബോംബെടുത്ത് ഒറ്റേറാ. ഉവ്വ് ഉവ്വ്. അച്ഛ ചായ. കൊടുക്കുമോളെ, അച്ഛൻ ബോംബറിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. പ്രൊഫസർ രംഗൂൺ വാലയുടെ വീട് ഏതാ? ഒരു മജിഷ്യൻ ഉണ്ടല്ലോ. ബുക്കിങ്ങിനാണോ? ഞങ്ങളുടെ സ്കൂളിൽ അയാളിപ്പോ പരിപാടിക്കൊന്നും പോവാറില്ലല്ലോ.
2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി തല്ലി കിട്ടിയ പിന്നെ എങ്ങും പോയിട്ടില്ല. ഓഹോ. ഇതാര് പറഞ്ഞു? നീ ഒന്ന് അപ്പുറത്ത് പോയി. നേരെ അച്ഛാ, മാജിക് എന്നും പറഞ്ഞ എന്തൊക്കെയോ അബദ്ധങ്ങൾ കാണിച്ചു അത്രേ. നിന്നോട് പോകാനാ പറഞ്ഞത്. ബഹുമിടുക്കണ കേട്ടോ പ്രൊഫസർ. അവള് വിവരക്കേട്ടോണ്ട് പറഞ്ഞതാ. ശംഭു, നീ ആ പ്രൊഫസർ വീട് കാണിച്ചു കൊടുത്തേ. ശ്രീദേവി, മായാവിക്ക് നല്ലൊരു പരിപാടി കിട്ടിയല്ല എന്താ? പാവം പട്ടിണിയാ. ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് 5 രൂപ കടം ചോദിച്ചു. എൻ്റെ അപ്പം 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ.